നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ നമുക്ക് ചൈനീസ് വാസ്തുശാസ്ത്രം അഥവാ ഫെങ്ഷുയിയെ കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യത്തെയായി എത്തിയിരിക്കുന്നത് ചൈനീസ് വാസ്തുശാസ്ത്ര രംഗത്ത് 10 വർഷമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത ഫെങ്ഷുയി മാസ്റ്റർ ശ്രീ ചന്ദ്രബോസ് സൂര്യമഠം. അദ്ദേഹത്തെ ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. സാർ, ഈ ഗൃഹനിർമ്മാണത്തിലെ ദോഷങ്ങൾ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫെങ്ഷുയിയിൽ അതിന് എന്തെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതായത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കല്പമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത്. എല്ലാവരുടെ ഏറ്റവും നമ്മൾക്ക് തനതായ രീതിയിൽ നമ്മുടെ പോക്കറ്റ് നിൽക്കുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു വീട് വയ്ക്കുക എന്നുള്ള രീതി. അപ്പം നമ്മൾ പലരും സമ്പത്ത് വന്നു കയറപ്പോഴത്തേക്ക് വാസ്തുവോ ഫെങ്ഷുയി ഒന്നും നോക്കാറില്ല. കണ്ട രീതിയിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കൂടെ വീട് വെച്ചു കഴിഞ്ഞാൽ അത് പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും ഒക്കെ ചിലപ്പോൾ നേരിട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കാൻ ഒരാളിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യത്തിനെ പറ്റിയാണ് ചോദിച്ചു വരുന്നത്. പാറകൾ കൊണ്ട് കരിങ്കല്ല് കൊണ്ട് വീടുകൾ വെക്കാൻ പാടില്ല എന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കുന്നത് ജയിലിന്റെ 4 ചുറ്റുമുള്ള മതിലുകൾ തന്നെ കരിങ്കല്ലാണ്. അപ്പൊ അവിടുത്തെ ജീവിതം അറിയാമല്ലോ, ജയിലിനകത്തുള്ള ജീവിതത്തെ പറ്റി പറയണ്ടല്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ വീടുകളിൽ തീർച്ചയായിട്ടും അവിടുത്തെ താമസം ദുസ്സഹമായിട്ട് മാറും. കാരണം താമസിക്കാനുള്ള ഒരു ഭാഗ്യം ഇല്ലാതാവും. അവിടെ വീട് ഉണ്ട്, പക്ഷെ വേറെ എവിടെയെങ്കിലും താമസിക്കേണ്ട ഒരു അവസ്ഥ വരും. അണക്കിന് ദമ്പതികൾ തമ്മിൽ വളരെയധികം പിണക്കത്തിൽ സൗന്ദര്യ പിണക്കം ഉണ്ടാകാനുള്ള സാധ്യത, ശാരീരിക ബന്ധങ്ങൾ പോലും പുറകിലോട്ട് ആയിപ്പോവും. അപ്പൊ ശാരീരിക ബന്ധമാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് സൗന്ദര്യ പിണക്കങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമല്ലോ. അപ്പൊ അതിനൊക്കെ തന്നെ നമുക്ക് ശരിക്കും കിണറിനൊക്കെ സ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഈ കിണറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ നമ്മൾ തന്നെ 10 വർഷം 5 വർഷമായിട്ട് ചെയ്യുന്നതിൽ കൂടെ പറഞ്ഞു വടക്ക് കിഴക്ക് ഭാഗത്തിന്റെ കിഴക്കാണ് കിണറെന്ന് എല്ലാവർക്കും അറിയാം. ആ ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് നമ്മളൊരു സെപ്റ്റി ടാങ്കോ കക്കൂസോ ഒക്കെ ഉണ്ടായിക്കൂടെ തീർച്ചയായിട്ടും അവിടുത്തെ താമസക്കാർക്ക് രോഗം വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അയാളുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അറിയാമല്ലോ, 10 വർഷമായിട്ട് ഈ രംഗത്ത് ഞാനുണ്ട്. 50,000-50,000 പരം വീടുകളിൽ പോയി കഴിഞ്ഞു. അപ്പോൾ അനുഭവമാണ് ഇത് പറയിക്കുന്നത്. അപ്പം നമുക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, സാധാരണ വീട്ടിലെ ഗൃഹനാഥന് ഇപ്പം സ്ത്രീകളാണ് ഈ പ്രോഗ്രാം കൂടുതലും കാണാറുള്ളത്. അപ്പോൾ ഈ വീട്ടിലെ പുരുഷന്മാരെന്ന് പറയുമ്പോൾ വിചാരിക്കും ഇവരെല്ലാം പൈസ തട്ടിപ്പിന് വേണ്ടിയിട്ട് പറ്റിപ്പിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നത്. ഫെങ്ഷുയി എന്ന് പറയുന്ന ശാസ്ത്രം, വാസ്തു എന്ന് പറയുന്ന വാസ്തവം. വാസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചോദിച്ച കണക്ക് വെറും സ്ക്രെച്ചർ മാത്രമേ ആവുന്നുള്ളൂ. ഫെങ്ഷുയി എന്ന് പറയുമ്പോഴത്തേക്ക് ജീവനുള്ളതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയണം, ജീവനുള്ള വീടാകണമെന്നുണ്ടെങ്കിൽ ഫെങ്ഷുയിയുടെ നമ്മളൊരു ഫെങ്ഷുയി ചെയ്ത വീട് തീർച്ചയായിട്ടും ഈശ്വര കടാക്ഷം ഉള്ളത് തന്നെയായിരിക്കും, സൂര്യ ചൈതന്യം ഉള്ളത് തന്നെയായിരിക്കും ആ വീട്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറയുമ്പോഴത്തേക്ക് ഈ വടക്ക് കിഴക്കിന്റെ ഭാഗമായിരുന്നല്ലോ. അപ്പോൾ ഒരു ബെഡ്റൂമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഈ പറ്റിയാണ് പറഞ്ഞത്. ബെഡ്റൂമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ തെക്ക് പടിഞ്ഞാറ് വശത്താണ് ശരിക്കും ബെഡ്റൂം വരാനുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അവിടുത്തെ ദമ്പതികൾ ഉപയോഗിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് വശമാണ്. ആ തെക്ക് പടിഞ്ഞാറിന്റെ കന്നിമൂല തെക്ക് വശത്തോ കിഴക്ക് വശത്തോ ആണ് തലവെച്ച് കിടക്കേണ്ടത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് ഈ അസുഖത്തിനെ പറ്റി രോഗത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ കിടക്കുന്നതിന്റെ മേൽവശത്ത് ഒരിക്കലും ബീം വരാൻ പാടില്ല. ബീം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കിടക്കുന്ന ആളിന് ചിലപ്പോൾ ആരാണ് അവിടെ കിടക്കുന്ന അറിയില്ല, കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ മൊത്തമായിട്ട് വേദന, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശാരീരികമായിട്ട് മാനസികമായിട്ട് രോഗങ്ങളുടെ വരാനുള്ള സാധ്യത വളരെ കൂടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ വിളിച്ച് ശരിക്കും വീടൊന്ന് കാണിക്കണം. കുറേ വർഷങ്ങളായിട്ട് ഞാൻ കരുതി വയ്ക്കുന്ന കാര്യമാണെന്ന് ഒരുപാട് പേരെന്നെ പറയാറുണ്ട്. ഒരുപാട് വർഷമായിട്ട് സാർ വിചാരിക്കുന്നു വിളിച്ച് കാണിക്കണമെന്ന്. അപ്പോൾ അവിടെ നമുക്ക് എതിരെ നിൽക്കുന്നത് ഈ ഗൃഹനാഥനായിരിക്കും. എനിക്ക് പറയാനുള്ള ഗൃഹനാഥന്മാരെ എല്ലാം കുറ്റം പറയാം, ഞാനും ഗൃഹനാഥനാണല്ലോ. അത് മർക്കട മുഷ്ടി ചവറ്റുകുട്ടയിലിട്ട് ഉപേക്ഷിക്കുക, ആ മനോഭാവം മാറ്റുക. നല്ലൊരു ഐശ്വര്യത്തിലേക്കുള്ള സൗഭാഗ്യത്തിലേക്കുള്ള ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മർക്കടമുഷ്ടി, അത് എല്ലാ കാര്യത്തിനും അങ്ങനെയാണല്ലോ. ഈ മർക്കടമുഷ്ടി നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ജീവിത വിജയം ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയമില്ല. അപ്പൊ മർക്കടമുഷ്ടി നമ്മൾ ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് വരിക. അപ്പോൾ തീർച്ചയായിട്ടും ഗൃഹനിർമ്മാണത്തിലെ ദോഷങ്ങൾ മാറ്റാൻ ഫെങ്ഷുയിക്ക് സാധിക്കും. ഓക്കെ സാർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ മാവേലിക്കരയിൽ നിന്ന് വിളിക്കുവാണ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറയൂ. ഹലോ, പറഞ്ഞോളൂ. സാറേ നമസ്കാരം. നമസ്കാരം, പറയൂ. സാറേ, ഞാൻ എന്റെ മകന്റെ ഒരു വിവാഹം നടക്കുന്നത് 3 വർഷം കൊണ്ട് ആലോചിച്ച് നടക്കുവാണ്. അപ്പൊ അതിന്റെ ഇത് വല്ലതും കൊണ്ടാണെന്നുള്ളതെന്ന് അറിയണം സാർ. എത്ര വയസ്സായി മോനെ?
മകനിപ്പോ സാറേ 30/10/83 ആ 2019 വയസ്സ്. ആ നക്ഷത്രം എന്താണ്? മകൻ നക്ഷത്രം. മകൻ നക്ഷത്രമായിട്ട് എനിക്ക് യാതൊരു ബന്ധമല്ല. എങ്കിൽ തന്നെയും എത്രയും പെട്ടെന്ന്, അതായത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ താങ്കൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന കന്നിമൂല ഭാഗത്ത് ഒരു നല്ല ഒരു GI പൈപ്പോ എന്തെങ്കിലും നാട്ടിൽ ഒരു ലൈറ്റ് ഇട്ടേക്ക് ഇവിടെ. അത് ശരി. അതൊന്ന് ചെയ്ത് നോക്കും. എന്നിട്ട് 2 ഇണപ്പക്ഷികളുടെ ചിത്രം ഇദ്ദേഹം കിടക്കുന്ന റൂമിന്റെ പുറത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അവന് വെളിയിലാ ജോലി. അതിന് കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ ഇവിടെ റൂം ഉണ്ടാവുമല്ലോ വീട്ടിൽ വരുമ്പോഴത്തേക്ക്. അപ്പൊ അതങ്ങ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടന്നു പോകും. സാർ ഈ വഴിയെല്ലാം വരുവാണെങ്കിൽ സാറിന് കൺസൾട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് എന്റെ നമ്പർ വരുന്നുണ്ട്, എന്നെ ഞാൻ ഇറങ്ങപ്പോ വിളിച്ചാൽ മതി. ശരി. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, ഇപ്പൊ പലർക്കും നേരിടുന്ന പ്രശ്നമാണ് വസ്തു വിൽക്കാൻ തടസ്സം നേരിടുക എന്നത്. അതിനെന്തെങ്കിലും ഫെങ്ഷുവിൽ ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ ഒരുപാട് 4.5 വർഷമായിട്ട് ജയിക്കുന്നതിൽ കൂടെ നമ്മൾ പല പ്രാവശ്യമായിട്ട് വസ്തു വിൽക്കുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് വസ്തു വിൽപ്പന എന്ന് പറയുന്നത് ഒരു തൊഴിലിന്റെ ഭാഗമാക്കി, അത് തൊഴിൽ അവരുടെ കാര്യം, അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർ കാശുണ്ടാക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പറഞ്ഞു തരാനുള്ളത്, വിൽക്കപ്പെടാത്ത വസ്തു വിൽക്കുന്നതിന്, അത് വിറ്റുപോകാത്ത, അതായത് പല വീട്ടുകാർക്ക് സാധാരണക്കാർ കാണും ഇതിനകത്ത്. സാധാരണക്കാരെന്ന് പറയുമ്പോൾ 2 പ്രായമായ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് പോകണമെങ്കിൽ ഈ വസ്തു വിറ്റാൽ മാത്രമേ അവർക്ക് അതിന് കഴിയൂ. അങ്ങനെ ഉള്ളവരോട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. വിറ്റ് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ കാണാൻ വരുമ്പോൾ പെൺകുട്ടി നല്ലപോലെ ഐശ്വര്യമായിട്ട് ഒരുങ്ങി നിന്നാലല്ലേ ആ പെൺകുട്ടി ഇഷ്ടപ്പെടുത്തുള്ളൂ. അതുപോലെ വസ്തു മണ്ഡലം തിരിച്ച് ഷേപ്പ്ലെസ് ആയി കിടക്കുന്ന ഭൂമിയെ, ആകൃതി വ്യത്യാസമായി കിടക്കുന്ന ഭൂമിയെ ഷേപ്പാക്കി അതിന്റെ രേഖകളും പ്രമാണവും എഴുത്തുകുത്ത് കരന്തീർന്ന രസീതെല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഭൂമി ഇഷ്ടപ്പെടണം. ആ രീതിയിൽ ആദ്യം അവന് ചെയ്യാം. എന്നതിന് ശേഷം ഇത് ഇനിയിപ്പോൾ 2ാമത് 3ാമത് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാനുള്ള സമയം കിട്ടില്ല. അങ്ങനെ കേൾക്കണമെന്നുള്ളവർ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിച്ചോളുക. അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണ്, ഒരു വീട്ടിനകത്ത് നിന്ന് തന്നെ ഒരു ആണി, അത് ഇരുമ്പിന്റെ കഷ്ണം, എന്നിട്ട് ഒരു ചെറിയ തടി കഷ്ണം, ഇത് 3ഉം കൂടി എടുത്തിട്ട്, അപ്പൊ 5 മൂലകങ്ങളാണ് വേണ്ടത്. ഒരു ചുവന്ന തുണിയിൽ ചുറ്റി പൊതിഞ്ഞ് കെട്ടുക. കിഴിക്കെട്ടും പോലെ കെട്ടണം. തടി, ആണി, മണ്ണ്, മണ്ണ് ഈ ചുവന്ന തുണി ചുറ്റി പൊതിഞ്ഞ് കെട്ടിട്ട് ഒഴുകുന്ന ശുദ്ധമായ വെള്ളത്തിൽ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂമി വിറ്റുപോകുന്നുള്ള സംശയമില്ല. പക്ഷേ ഞാൻ നേരിട്ട് വന്ന് കാണണമെങ്കിൽ ചില ഭൂമികളിൽ മർമ്മ പീഡാ ദോഷം ഉണ്ടാകും. അത് കാണണമെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ചാർജ് തന്നു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് വന്നിട്ട് അത് ചെയ്ത്. തെക്ക് പടിഞ്ഞാറ് മണ്ണ്, പിന്നെ വേണ്ടത് ആണി, തടി, ഇതെല്ലാം പുരയിടത്ത് നിന്ന് തന്നെ വേണം. അതെല്ലാം കൂടെ ചുവന്ന തുണിയിൽ ചുറ്റി പൊതിഞ്ഞിട്ട് നമ്മൾ ശുദ്ധമായ വെള്ളത്തിൽ ഒഴുക്കി വിടും. പിന്നെ മർമ്മപീഡ ദോഷം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ, എന്റെ ദൃഷ്ടികൾ കൊണ്ട് എനിക്ക് കാണണം, കണ്ടാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. അത് കാര്യം. പക്ഷെ വേറൊരു കാര്യം, ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വസ്തുക്കൾ വിറ്റ് പോയിട്ടുണ്ട്. അത് 2ാമത് തന്നെ വിളിച്ച് പലരും പറയാറുണ്ട്. ഞാൻ അവരുടെ പൈസ വാങ്ങിക്കാനൊക്കെ പോയിട്ടില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ വിറ്റുപോകുന്ന വസ്തു, ഇത് വിറ്റുപോകുന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒരുപാട് പേർക്ക് ഇങ്ങനെ വിറ്റുപോയിട്ടുണ്ട്. അങ്ങനെ വിറ്റുപോയി കഴിഞ്ഞാൽ കമ്മീഷൻ എനിക്ക് തരേണ്ടതില്ല. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുള്ള ക്യാൻസർ സെന്ററിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴിയുന്ന ഒരു തുക സംഭാവന ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് സത്യമായിട്ട് പറയണം. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിറ്റുപോകും. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്യാൻസർ രോഗികളായിട്ടുള്ള ക്യാൻസർ സെന്ററിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സംഭാവന ചെയ്യണം. എനിക്ക് ഒരു പൈസ പോലും തരണ്ട. ഓക്കെ സാർ, നമുക്ക് വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ മുരളിയാണ്, എറണാകുളം ജില്ലയിലെ ഞാറക്കൽ പൈപ്പിൽ. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. സാറേ, എന്റെ വീട് മുമ്പ് കിഴക്കോട്ട് ദർശനമായിരുന്നു. ഇപ്പൊ എന്റെ വീട് ഇപ്പൊ പുതുക്കി പണിതപ്പോ ഞാൻ തെക്കോട്ട് ദർശനമാക്കി. എന്റെ വീടിന്റെ ഈ കിച്ചൺ ഒരു 40 വർഷത്തിന് മേലായിട്ടുണ്ടാവും. വടക്ക് പടിഞ്ഞാറ് സൈഡാണ്. അത് അവിടെ അങ്ങനെ, അപ്പൊ ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു കിഴക്ക് വടക്കാണ് വേണ്ടത്, അത് മാറ്റണം, അങ്ങനെ ഒരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വല്ല ദോഷത്തിന്റെ കാര്യമല്ല, ശരിക്കും കിച്ചൺ വരേണ്ടത് തെക്ക് കിഴക്ക് ഭാഗത്താണ്. തെക്ക് കിഴക്ക് ഭാഗത്താണ് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ്. എന്ന് വെച്ച് വടക്ക് പടിഞ്ഞാറ് വശത്ത് കിച്ചൺ വന്നു പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കിഴക്കോട്ട് നോക്കി ഒന്ന് പാചകം ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ കാണിച്ച പണ്ടത്തരം നമ്മുടെ ഭാരതീയ വാസ്തു അനുസരിച്ചാണെങ്കിൽ ഏറ്റവും നല്ല ദിശ എന്ന് പറയുന്നത് കിഴക്കും വടക്കുമാണ്. ആ കിഴക്ക് വശത്ത് നിന്ന് വാതിൽ നിങ്ങൾ തെക്കോട്ട് മാറ്റേണ്ട കാര്യം ഇല്ലായിരുന്നു. അതല്ല, അതെന്താണോ, നമ്മളുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു വേറൊരു വീടാണ്. അവരുടെ ബാത്റൂമും മറ്റുള്ളതെല്ലാം നമ്മുടെ വീടിന് നേരെ, നമ്മുടെ ഫ്രണ്ട് സൈഡില് സ്ഥലം കുറവാണ്. അപ്പൊ അവരുടെ വീടിന്റെ ബാത്റൂമും അവരുടെ അടുക്കള വശമാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. കൂടുതലായിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ പുറത്തിറങ്ങി തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. സാറിന് നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? വിളിച്ചതിന് വളരെയധികം നന്ദി.
സർ, ഈ നാട്ടില് വാസ്തുശാസ്ത്ര പ്രകാരം നല്ലൊരു വീട് വെക്കുകയും എന്നാൽ അവിടെ താമസിക്കാൻ കഴിയാതെ കുടുംബസമേതം വിദേശങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നവരാണല്ലോ പ്രവാസി. അങ്ങനെയുള്ളവർക്ക് അവിടെ കൂടുതൽ നാളും അവിടെ ആയിരിക്കും, വിദേശങ്ങളിലായിരിക്കും. അവിടുത്തെ വീട് വാസയോഗ്യമാക്കാൻ, അതായത് വാസ്തുശാസ്ത്രമോ അല്ലെങ്കിൽ ഫെങ്ഷൂയി അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ എവിടെയാണോ താമസിക്കേണ്ടത് അവിടെയാണ് ഫെങ്ഷൂയി ചെയ്യേണ്ടത്. ഇപ്പം വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ സ്കെച്ചർ മാത്രമാണ്. പടം വരച്ച് കറക്റ്റ് ചെയ്തിട്ട് മൂലകളും ദിക്കുകളും എല്ലാം കറക്റ്റ് ചെയ്യുന്നു. കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീടും പൂട്ടിയിട്ടിട്ട് നമ്മൾ വിദേശത്ത് പോകുന്ന തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് കാര്യമാകുന്നില്ല. ശരിക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഫ്ളാറ്റുകളിലാണ് ഫെങ്ഷൂയി ചെയ്യാൻ ഏറ്റവും സുഖകരമായിട്ടുള്ളത്. അതായത് സിദ്ധന്മാരാൽ അനുഗ്രഹീതമായ ഫെങ്ഷൂയി ടൂൾസുകൾ യഥാവിധി നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു ജീവിത ചൈതന്യം, നല്ലൊരു ജീവിത വിജയം. അതായത് ഫ്ലാറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് തികച്ചും നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഒരുപാട് സാധ്യതകൾ കൂടിയാണ്. ടോയ്ലറ്റിനകത്തും മറ്റും നമുക്ക് ഒരിക്കലും കറക്ഷൻ ചെയ്യാൻ, ഇടിക്കലും പൊളിക്കലും ഒരിക്കലും ഫ്ലാറ്റുകൾ ചെയ്യാൻ കഴിയില്ല. വിദേശത്ത് തന്നെ ഞാൻ ഇപ്പോൾ ദുബൈയിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ആഴ്ച തന്നെ മിക്കവാറും ദുബൈയിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ സമയത്ത് നമുക്ക് ഫ്ലാറ്റുകളിൽ ഫെങ്ഷൂയി ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൂടുതലും ബിസിനസ്സുകാരാണ്, തൊഴിൽ ചെയ്യുന്നവരാണ്, ഫാമിലിയാണ്. മനുഷ്യർ എവിടെ പോയിരുന്നാലും അവൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്. അത് ഗൾഫിലായിരുന്നാലും ശരി, നാട്ടിലായിരുന്നാലും ശരി. ഞാനും 10-20 വർഷം ഗൾഫിലുണ്ടായിരുന്നു. അവിടെയും പ്രശ്നങ്ങളുണ്ട്, ബിസിനസ്സിന് പ്രശ്നങ്ങളുണ്ട്, ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസമായിട്ട് പ്രശ്നമുണ്ട്, വിവാഹത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് അതിനൊരു പോംവഴിയുണ്ട്. ആ പോംവഴി ഫെങ്ഷൂയി എന്ന് പറയുന്ന ശാസ്ത്രത്തെ സത്യസന്ധമായ രീതിയിൽ കൈകാര്യം നമ്മൾ ചെയ്യണം. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം തൊഴിൽപരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളായിരിക്കും. എത്ര പൈസ കിട്ടിയാലും ചിലവായി പോകുന്നൊരവസ്ഥ. അപ്പോൾ അത് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് അതിന്റെ കറക്ഷൻ ചെയ്യാം. ഓക്കെ സാർ, നമുക്ക് ഇതിലേക്ക് വരെ ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റീന, ചാലക്കുടിയിൽ നിന്ന്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറയൂ. ഹലോ, പറഞ്ഞോളൂ. റീന, ചാലക്കുടിയിൽ കേട്ടോ, പറഞ്ഞോളൂ. ഞങ്ങളുടെ വീടിന്റെ ദർശനം തെക്കോട്ടാണ്. ഹലോ, പറയൂ പറയൂ. ഞങ്ങളുടെ വീടിന്റെ ദർശനം തെക്കോട്ടാണ്. ഞങ്ങളുടെ വഴി വരുന്നത് തെക്ക് പടിഞ്ഞാറോട്ടാണ്. അപ്പൊ ഞങ്ങളുടെ എൻട്രൻസ് ഞങ്ങൾ ഏത് ഭാഗത്തുകൂടെയാണ്? ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴി വന്നിട്ട് എന്താ പ്രശ്നം നിങ്ങൾക്ക്? ഞാൻ പറയട്ടെ. ഹലോ, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കയ്യിൽ എല്ലാം അത് പറയാനാ. അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും. അതായത് എന്തെല്ലാം ജീവിതത്തിൽ നെഗറ്റീവായിട്ട് വരാൻ പറ്റുമോ, എന്തെല്ലാം ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് സംഭവിക്കും. കാരണം തെക്ക് പടിഞ്ഞാറെന്ന വശത്ത് ഒരു കാരണവശാലും ഗേറ്റോ വഴിയോ ഉണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും അടുത്തു വരികയും അതുപോലെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടോ? അതെ അതെ ഉണ്ടോ? പക്ഷേ അത് അതെ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യും. തെക്ക് പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്ന വഴി നമുക്ക് മാറ്റാം. ഹലോ, ഓക്കെ, കട്ടായി. ഞാൻ ഇറങ്ങിയ ശേഷം വിളിക്കട്ടെ. എന്തായിരുന്നാലും ഈ തെക്ക് പടിഞ്ഞാറ് വശത്ത് വഴി വന്ന പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ എല്ലായിടത്തും വരെയും കൈവിട്ട് പോവുകയും ചെയ്യും. ഒരു കാരണവശാലും ഒരു ഫാക്ടറിയുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ വ്യവസായ സ്ഥാപനം എല്ലാം പൊട്ടിപ്പോകുന്ന കാര്യം എന്താണ്? ഇതേപോലെ പറഞ്ഞ കാര്യം. തെക്ക് പടിഞ്ഞാറ് വശത്തിലായിരിക്കും ചരക്ക് കയറ്റി ഇറങ്ങി പോകുന്നത്. അവിടെ അധോഗതി തന്നെയാണ്. ഓക്കെ സാർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഗൃഹപാഠം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.